ഇപ്പം കിട്ടിയ പ്രധാന വാർത്തയിലേക്ക്. റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യക്കെതിരെ കടുത്ത നടപടിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 25% കൂടി തീരുവ ചുമത്തി. ഇതോടെ തീരുവ 50ആയി. നേരത്തെ 25% തീരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. സുഹേൽ ബി കെ ചേർന്നുണ്ട്. സുഹേൽ, ട്രംപ് തീരുവ കുത്തനെ ഉയർത്തുമെന്ന് പറഞ്ഞിരുന്നത് 50%ത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിപ്പോൾ എങ്ങനെയൊക്കെ ഇന്ത്യൻ വിപണിയെ ബാധിക്കും, ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ ഇത് ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്? സച്ചിൻ, ഇപ്പോൾ ഇന്ത്യയുമായി നേരിട്ടുള്ള ഒരു പോരാട്ടത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. അഡീഷണൽ 25% കൂടി അധിക തീരുവ ചുമത്തിയതോടുകൂടി വലിയ തിരിച്ചടി തന്നെയാണ് ഇന്ത്യക്ക് നൽകാൻ അമേരിക്ക തയ്യാറാകുന്നത്. ഇന്ത്യ ഒരു അർത്ഥത്തിലും വഴങ്ങുന്നില്ല എന്ന സൂചനയായി കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന കൂടി വന്നിരുന്നു. ഇനിയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങും, അത് ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് എന്നുള്ള പത്രപ്രസ്താവന കൂടി വന്നതോടുകൂടി 25% കൂടി അധിക തീരുവ ഏർപ്പെടുത്താൻ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തയ്യാറായിരിക്കുകയാണ്. അതിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ട് കഴിഞ്ഞു. നമുക്കറിയാം, റഷ്യയിൽ നിന്ന് യുക്രൈൻ യുദ്ധത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ഉപരോധം ഏർപ്പെടുത്തിയ ഘട്ടത്തിലാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ വൻതോതിൽ വർദ്ധിപ്പിച്ചത്. 2022 മുമ്പ് 0.2% മാത്രമായിരുന്നു റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പങ്ക് എങ്കിൽ 2024 ആകുമ്പോഴേക്കും അത് ആകെ 35% മുതൽ 40% വരെയായി ഇന്ത്യ ഉയർത്തിയിരുന്നു. അതായത് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി റഷ്യ മാറി. അപ്പോൾ കുറഞ്ഞ തോതിൽ റഷ്യ ഇന്ത്യക്ക് എണ്ണ നൽകുകയും വ്യാപാരത്തിൽ ഭൂരിഭാഗവും ഡോളർ ഒഴിവാക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് അത് ഡോളറിന് വലിയ തിരിച്ചടിയായത്. സ്വാഭാവികമായും ഡോളറിനെതിരെ ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ പുതിയ കറൻസി അടക്കം രൂപപ്പെടുത്തുകയൊക്കെ ചെയ്യാൻ ആലോചിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ അടക്കം അതിൽ നിന്ന് പിൻവാങ്ങാനും അതേപോലെ തന്നെ റഷ്യയുമായുള്ള അടുപ്പം കുറക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യയുടെ പരിഗണനകളും അതേപോലെ തന്നെ ഇന്ത്യയുടെ ബന്ധങ്ങളും വലിയ തോതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റാവുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് റഷ്യ സന്ദർശിക്കുന്നു. ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായും അമേരിക്ക ഒരു ഭാഗത്ത് ഭീഷണി മുഴക്കുമ്പോൾ മറുഭാഗത്ത് ഗ്ലോബൽ സൗത്ത് എന്നടക്കം വിശേഷിപ്പിക്കപ്പെടുന്ന മറ്റൊരു കൂട്ടായ്മയിലേക്ക് ഇന്ത്യ ശ്രമിക്കുന്നു. അപ്പോൾ വലിയൊരു മാറ്റം തന്നെയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലും അതേപോലെ തന്നെ അന്താരാഷ്ട്ര രംഗത്തും വലിയ മാറ്റങ്ങൾക്ക് സാധ്യമാകുന്ന കാര്യങ്ങളാണുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇന്ത്യയും US തമ്മിലുണ്ടായിരുന്ന സൗഹൃദ ബന്ധം അത് വൻതോതിൽ വ്യാപാര പങ്കാളിത്തം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ആയുധ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ആ രംഗത്ത് അമേരിക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു നീക്കമായിരുന്നു നടത്തിയതെങ്കിൽ അതിൽ നിന്നുള്ള വലിയൊരു മാറ്റത്തിലേക്ക് ആദ്യം കുറിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.